ഇനി ചടങ്ങിൻ്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മമാണ്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി മുൻ വൈസ് ചാൻസലർ, വിദ്യാഭ്യാസ വിചക്ഷണൻ, അഗ്രികൾച്ചറൽ സയൻറ്റിസ്റ്റ്, അധ്യാപകൻ, എഴുത്തുകാരൻ എന്നീ നിലകളിൽ പ്രസിദ്ധനാണ് ഡോക്ടർ എം അബ്ദുൾ സലാം. പുരോഗമനപരമായ നിലപാടുകൾ സ്വീകരിച്ചുകൊണ്ട് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയെ നവീകരിക്കാൻ എപ്പോഴും അദ്ദേഹം ശ്രമിച്ചിരുന്നു. ഭാരതീയ ജനതാ പാർട്ടിയിൽ അംഗമായ അദ്ദേഹം ന്യൂനപക്ഷ മോർച്ചയുടെ അഖിലേന്ത്യാ ഉപാധ്യക്ഷനാണ്. ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുന്നതിനായി ഡോക്ടർ എം അബ്ദുൾ സലാമിനെ സാദരം ക്ഷണിക്കും. വന്ദേ മാതരം. ഈ പരിപാടിയുടെ ബഹുമാനപ്പെട്ട അധ്യക്ഷൻ ശ്രീ എസ് ഗോപിനാഥ് IPS, മുതിർന്ന RSSൻ്റെ നേതാക്കളായ ശ്രീ ഭാരതീയ വിചാര കേന്ദ്രം ഡയറക്ടർ സഞ്ജയ് ജി, ശ്രീ നന്ദകുമാർ ജി, ശ്രീ സുരേഷ് ബാബു, ശ്രീ ഹരികുമാർ, ശ്രീ രാജേന്ദ്രൻ, എൻ്റെ മുന്നിലിരിക്കുന്ന മുതിർന്നവരും ഈ മേഖലയുമായി കാര്യമായി പ്രവർത്തിക്കുന്നവരുമായ, വൈജ്ഞാനിക മേഖലയിൽ ഔന്നത്യം പുലർത്തുന്നവരുമായ എൻ്റെ സഹോദരീ സഹോദരന്മാരെ, എന്നെ ശ്രീ രാജേന്ദ്രൻ ഇവിടേക്ക് വിളിച്ചപ്പോൾ തന്നെ നന്ദേട്ടൻ്റെ ബുക്കാണെന്ന് പറഞ്ഞു. ഈ നന്ദകുമാർ എന്നുള്ള വ്യക്തിയെപ്പറ്റി എനിക്ക് ഒരു സിഗ്നിഫിക്കൻ്റ് RSS ലീഡർ എന്നതിനപ്പുറം കാര്യമായിട്ട് അറിയില്ലായിരുന്നു. എഴുത്തുകാരനെന്നും അറിയാമായിരുന്നു. ഞാൻ ഉടനെ ചെയ്തത്, അടുത്ത കാലത്ത് പ്രാക്ടീസ് ചെയ്തിട്ടുള്ള ഒരു മെത്തേഡുണ്ട്. കമ്പ്യൂട്ടറിനടുത്ത് പോയിരിക്കുക, ചാറ്റ് GPT ചോദിക്കുക, ചാറ്റ് GPT പ്ലീസ് ടെൽ മീ മോർ അബൌട്ട് J. നന്ദകുമാർ. അതിൽ നിന്ന് കിട്ടിയ 3-4 പോയിൻ്റെങ്കിലും ഞാൻ പറയാം. ആദ്യമേ എന്നോട് പറഞ്ഞു, ഈസ് എ ബോൺ മലയാളി, 59, ബോൺ 65 years. ക്ലിയർ. പിന്നെ കണ്ട കാര്യം, ഈസ് ജോയിൻഡ് RSS ഇൻ ഹിസ് ടീനേജ്, ബോൺ RSS മാൻ. പിന്നെ പറഞ്ഞു, ഈസ് എ prolific writer, ഈസ് എ തിങ്കർ, author of several books, proponent of Hindutva, and a highly respected, equally criticized, respected and criticized writer, then convener of Prajna Pravah. Then finally say, no doubt Sri Nandakumar is a significant figure in the contemporary Indian politics. എൻ്റെ സെർച്ച് കിട്ടിയതാണ്, ഞാൻ ഉണ്ടാക്കിയെടുത്തതല്ല. ദിസ് ഈസ് വാട്ട് the information that is available about Nandakumar ji in the public domain. രണ്ടാമത്, ഞാൻ ഈ ബുക്കിൻ്റെ ടൈറ്റിൽ വായിക്കുകയായിരുന്നു, ദേശീയ സ്വത്വത്തിനുള്ള പോരാട്ടം ഇന്നലെ ഇന്ന് നാളെ. സത്യത്തിൽ പറഞ്ഞാൽ എനിക്ക് ദേശീയത എന്നൊക്കെ പറഞ്ഞാൽ അറിയാം, സ്വത്വം പെട്ടെന്ന് പിടികിട്ടിയില്ല. സ്വത്വത്തിൻ്റെ അർത്ഥം അങ്ങ് കംപ്ലീറ്റ് കയറിയില്ല. അതിന് ഞാൻ സാധാരണ ചെയ്യുന്നത് തന്നെ, നമ്മുടെ ഗൂഗിൾ ഗുരുവിൻ്റെ അടുത്ത് ചെന്നിട്ട് ട്രാൻസ്ലേറ്റർ ഇട്ടു, ഗൂഗിൾ ഗുരുജി വാട്ട് ഈസ് ദിസ് എക്സാക്ട് ട്രാൻസ്ലേഷൻ ഓഫ് ദിസ് വേർഡ്. ആദ്യത്തെ ഭാഗം ശരിയാണ്. പിന്നെ പറഞ്ഞ് സ്ട്രഗിൾ ഫോർ നാഷണൽ ഐഡൻറ്റിറ്റി, നാഷണൽ ഐഡൻറ്റിറ്റിക്ക് വേണ്ടിയുള്ള സ്ട്രഗിൾ. ഇന്ന് അധ്യക്ഷൻ പറഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി, ആ ജേർണി ഓഫ് ഇൻഡിപെൻഡൻസിൽ ഇതിനു വേണ്ടി സാക്രിഫൈസ് ചെയ്ത ആൾക്കാരുടെ സാക്രിഫൈസിൻ്റെ സമ്മറിയാണെന്ന് മനസ്സിലായി. ആരൊക്കെ ഇതിനു വേണ്ടി കഷ്ടപ്പെട്ടു എന്നുള്ളവരെ പറ്റി അവരെ ഓർക്കുകയും അവരെ പുറത്തു കൊണ്ടുവരികയും ചെയ്യുന്ന ഒരു ഗവേഷണത്തിൻ്റെ ആകത്തുകയാണ് എന്ന് ഞാൻ അനുമാനിക്കുന്നു. സ്ട്രഗിൾ ഫോർ നാഷണൽ ഐഡൻറ്റിറ്റി. ഞാനൊരു അഗ്രികൾച്ചർ സയൻറ്റിസ്റ്റാണ്. എനിക്ക് ഇങ്ങനെയുള്ള ഭാഗങ്ങളിൽ അധികം വായനയില്ല. ആകെ അറിയുന്നത് സയൻസ് അറിയാം, പിന്നെ ഇപ്പോൾ അടുത്ത കാലത്ത് പൊളിറ്റിക്സ് വാച്ച് ചെയ്യാറുണ്ട്.
ഈ നാഷണൽ ഐഡൻറ്റിറ്റി പറയുമ്പോഴത്തേക്ക് ഞാൻ ഒരുപാട് യാത്ര ചെയ്യുന്ന ആളാണ്. എവിടെയെങ്കിലും ചെല്ലുമ്പോഴത്തേക്ക് നമ്മുടെ പാസ്പോർട്ട് എടുത്ത് ചോദിച്ചിട്ട് വേർ ആർ യു ഫ്രം, നിങ്ങൾ ഐ എം ഫ്രം ഇന്ത്യ. ഓക്കെ. അപ്പോൾ ആദ്യകാലങ്ങളിലൊന്നും ആ ഇന്ത്യന് വലിയ വില ഉണ്ടായിരുന്നില്ല. അടുത്ത കാലത്ത് വെൻ ഐ സേ ഐ എം ഫ്രം ഇന്ത്യ, അടുത്ത് ചോദിക്കുന്നു യു ആർ ഫ്രം മോഡീസ് ലാൻഡ്, കം ഓൺ എന്ന് പറയുന്ന ഒരു കാലാവസ്ഥയിലേക്ക് മാറി. ഐ റിമെമ്പർ ഒരിക്കൽ ഞാൻ ഒരു ബ്രിട്ടനിൽ നിന്ന് വന്ന ഒരു സായിപ്പിനോട് ചോദിച്ചു, വാട്ട്സ് യുവർ നാഷണാലിറ്റി? അതുകൊണ്ട് ഞാൻ പറഞ്ഞു ഐ എം എ ബ്രിട്ടീഷ്. ഞാനറിയോ ഇംഗ്ലീഷ്? നോ നോ നോ, ഐ എം ബ്രിട്ടീഷ്. യുനോ, ബ്രിട്ടനിൽ ജനിച്ച ആൾ ബ്രിട്ടീഷ്. ഇനി ഗോ ടു അമേരിക്ക, അവിടുത്തെ ജനിച്ച, അവിടുത്തെ പൗരത്വമുള്ള, അവിടുത്തെ ദേശീയതയുള്ള അമേരിക്കൻ. യു സേ ദാറ്റ് അമേരിക്കൻ സ്പെഷ്യൽ ട്രീറ്റ്മെൻറ്റാണ്. അയാൾ ഇവിടെ വരെയാണെങ്കിൽ ഇവിടെ വന്ന് തിരിച്ചു പോകുന്നത് വരെ അയാളെ സംരക്ഷിക്കാൻ ആൾക്കാരുണ്ടാവും. ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മുടെ നാഷണാലിറ്റിയുടെ ആ പേര്, ആ ഐഡൻറ്റിറ്റി ഹാസ് ഗോട്ട് ഗ്രേറ്റ് വാല്യൂ. അൺഫോർച്ചുനേറ്റ്ലി നമ്മളൊരു ഇന്ത്യനാണെന്നും ഭാരത പൗരനാണെന്നും ഈ രാജ്യം നമ്മുടെ മാതൃരാജ്യമാണെന്നുള്ള ആ അറിവിൻ്റെ ഡെപ്ത്ത് സത്യം പറഞ്ഞാൽ എന്നിലും കൂടുതലുണ്ടായത് ഈ BJP-യിൽ വന്നതിന് ശേഷമാണ്. ആണസ്റ്റ്ലി ടെല്ലി, സ്കൂളിലൊന്നും ഇതൊന്നും കാര്യമായിട്ട് പഠിപ്പിക്കാറില്ല. ജനഗണമന പാടുമായിരിക്കും, പക്ഷേ ഭാരതാമ്മ, മാതൃരാജ്യം, വന്ദേ മാതരം, നമ്മുടെ രാജ്യത്തോടുള്ള സ്നേഹം, കടപ്പാട്, ഇതൊക്കെ പഠിപ്പിച്ചത് ഇവിടുത്തെ BJP എന്നെ പഠിപ്പിച്ചത്, കൂടുതൽ പഠിപ്പിച്ച് അറിയാമായിരുന്നെങ്കിൽ എൻ്റെ ഹൃദയത്തിൽ കയറിയത് അതിൻ്റെ വാല്യൂ. ആർ ടെറിട്ടറി, 328 മില്യൺ ഹെക്ടറുള്ള ടെറിട്ടറി, ആ ടെറിട്ടറിയുടെ അപ്പുറവും ചൈനക്കാരൻ വന്ന് ചൊറിയാൻ നിൽക്കുന്നതും അവനിപ്പോൾ ചൊറിയാതെ മാറി നിൽക്കുന്നതും ഒക്കെ ആ കാര്യവും, ആ ടെറിട്ടറിയിലുള്ള 143 കോടി ജനങ്ങളും, അവിടെ ജനിച്ച ഞാനും ഒരു ഇന്ത്യൻ അല്ലെങ്കിൽ ഭാരതീയനാണെന്നുള്ള തോന്നലും. അത് കഴിഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് ഇവിടെയൊക്കെ ആർട്ടിക്കിൾസൊക്കെ വായിക്കുമ്പം ഒരിക്കൽ മോഹൻ ഭഗവത്ജി പറഞ്ഞു, ആൾ ഇന്ത്യൻസ് മെയിൻറ്റെയിൻ സെയിം DNA. അത് മുസ്ലിം ആയിക്കോട്ടെ, ക്രിസ്ത്യൻ ആയിക്കോട്ടെ, ആരും ആയിക്കോട്ടെ, അതൊക്കെ എന്നെ വല്ലാതെ സ്വാധീനിച്ചു. എല്ലാവരും പറയുന്നത് ഇവരൊക്കെ മുസ്ലിങ്ങളൊക്കെ കൊല്ലുന്ന ആൾക്കാരാണെന്ന് പറഞ്ഞാൽ RSSൻ്റെ ചീഫ് ഒരിക്കൽ ഇട്ടേക്കുന്നത്, ഓൾ ദ പീപ്പിൾ, ഓൾ ഇന്ത്യൻസ് ഹാവ് വൺ DNA, സെയിം DNA, ഇറസ്പെക്റ്റീവ് ഓഫ് കാസ്റ്റ്, ക്രീഡ് ആൻഡ് സെക്സ്. അതുപോലെ ഭഗവത്ജി അടുത്തൊരു സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞ പള്ളി ഇഷ്യൂ വന്നപ്പം, നിങ്ങളാരും പോയി പള്ളിയുടെ അടിയിൽ പോയിട്ട് ഗവേഷണം നടത്തേണ്ട, അതിൻ്റെ അടിയിൽ ടെമ്പിൾ ഉണ്ടാകുന്ന നിങ്ങൾ ഗവേഷണം നടത്തേണ്ട കാര്യമില്ല, അത് നിർത്തും, അതൊക്കെ നമുക്ക് അടിപിടിയില്ലാതെ സോൾവ് ചെയ്യാം. ഞാനിതൊക്കെ പറയാൻ കാര്യം, BJP എന്ന പാർട്ടി 10 കൊല്ലം ഭരിച്ചു. മോഡി 1, മോഡി 2, ഇനി നമ്മളൊക്കെ ആഗ്രഹിക്കുന്ന മോഡി 3, മോഡി 4, മോഡി 5 എന്നുള്ള പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യണമെന്നും. എന്തുകൊണ്ട് നമ്മൾ അങ്ങനെ ഒരു വികാരം വന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നേരത്തെ പറഞ്ഞ നാഷണലിസ്റ്റ് ഫീലിംഗ് മാത്രമല്ല, ഈ 10 കൊല്ലം നടന്ന വിപ്ലവകരമായ വികസനങ്ങൾ, ടെക്നോളജി, ഇൻഫ്രാസ്ട്രക്ചർ, വിവിധ മേഖലയിൽ നമുക്കറിയാം വന്ന മാറ്റങ്ങൾ, അതിൻ്റെ ഗ്രാവിറ്റി, നമ്മുടെ ഭാവിക്ക് വേണ്ടി, നമ്മുടെ മക്കൾക്ക് വേണ്ടി നമുക്ക് സന്തോഷത്തോടെ ജീവിക്കാൻ പറ്റുന്ന ആ ഒരു ധൈര്യം, ഇതൊക്കെ വന്നതും അപ്പുറത്ത് നമ്മൾ വരാൻ പിടിച്ച് നിൽക്കുന്നവരുടെ കഴിവും അവരുടെ ആഗ്രഹവും അവരുടെ ഓബ്ജക്റ്റീവും ഒക്കെ മനസ്സിലാക്കി നമ്മൾ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു നമ്മുടെ ഈ ഭരണം മോഡി 1, 2, 3 എന്നുള്ള കണ്ടിന്യൂ ചെയ്യണം എന്ന്. ഒരിക്കൽ ഞാൻ സഞ്ജുജിയോട് തന്നെയാണ് പറഞ്ഞതെന്ന് ഞാൻ ഓർക്കുന്നു. ഞാൻ പറഞ്ഞു, മോഡി 1 ആൻഡ് മോഡി 2 ഇത്രയും ഗംഭീരമായത് വന്നു. ഒരു മനുഷ്യൻ കല്യാണം പോലും കഴിക്കാതെ രാജ്യത്തിന് വേണ്ടി, പ്രജകൾക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുന്നു. 13 പ്രൈം മിനിസ്റ്റർമാരല്ല, അങ്ങനെ ഒരു പ്രൈം മിനിസ്റ്റർ വന്നില്ല. അതുപോലെ സ്പെഷ്യൽ പ്രൈം മിനിസ്റ്റർ, യുണീക്ക് പ്രൈം മിനിസ്റ്റർ. അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചപ്പോഴത്തേക്ക്, ഒരു പക്ഷേ ഞാൻ മോഡിജിയെ പറ്റി വായിച്ചപ്പോൾ എനിക്ക് തോന്നുന്നു, മോഡിജി ഈസ് ബോൺ ഇൻ RSS. RSS ടൈലറിങ് എന്നോ RSS ട്രെയിനിങ് എന്നോ അതിൻ്റെ നന്മകളെന്നോ അല്ലെങ്കിൽ ഹിന്ദുത്വം എന്ന് അദ്ദേഹം കഴിഞ്ഞ് ചെയ്ത സനാതന ധർമ്മങ്ങളെന്നോ 10 കൊല്ലമായിട്ടും ഒരു തരത്തിലുള്ള കറപ്ഷനോ ഒന്നുമില്ലാതെ പോയതൊക്കെ നമ്മുടെ രാജ്യത്തെ ഈ രാഷ്ട്രീയ സ്വയം സേവക് എന്ന് പറയുന്ന ആ ഗ്രൂപ്പിൻ്റെ ട്രെയിനിങ് ആണ് എന്നെനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. പിന്നെ എനിക്ക് ഇപ്പോൾ അടുത്തടുത്ത് തോന്നുന്നത്,
ഞാനിപ്പോൾ ഈ മൈനോറിറ്റി മോർച്ച, മൈനോറിറ്റി 143 കോടി ജനങ്ങളിൽ 25 കോടി മൈനോറിറ്റീസാണ്, 19 കോടി മുസ്ലിംസാണ്, 3.5 കോടി ക്രിസ്ത്യൻസാണ്, ബാക്കി എല്ലാം കൂടെയാണ്. ഇതിൽ ഈ മുസ്ലിംസ് ഈവൻ സ്റ്റിൽ അറ്റ്ലീസ്റ്റ് എ പാർട്ട് ഓഫ് ദ പീപ്പിൾ, മേ ബി 5 to 10%, മെയിൻറ്റെയിൻ എ ഹൈ എമൗണ്ട് ഓഫ് ഫിയർ. ഇന്നലെ ആറ്റിങ്ങൽ കോൺസ്റ്റിറ്റ്യുവൻസിയിലേക്ക് എന്നെ വിളിച്ചിരുന്നു ഒരു മീറ്റിങ്ങിൽ. എന്നെ വിളിച്ചതിൻ്റെ കാര്യം, കഴിഞ്ഞ ആഴ്ച ഒരു 5 മുസ്ലിങ്ങൾ BJP എംബ്രേസ് ചെയ്തു, അംഗത്വം എടുത്തു. അടുത്ത ദിവസം ടെലിഫോൺ കോൾ വരുന്നത് 7 ഡേയ്സിനകം അത് മാറി വന്നില്ലെങ്കിൽ തലയറുക്കൂ എന്ന് പറഞ്ഞ ഒരു ഭയം. 5-ൽ ഒരാളുടെ ഭാര്യ സ്വന്തം 2 മക്കളെ എടുത്തുകൊണ്ട് പോയി BJPക്കാരനോട് ഞാൻ ജീവിക്കില്ല എന്ന് പറയുന്ന ഒരു കാലാവസ്ഥ. അത് ഞാൻ പഠിച്ചപ്പോൾ ഇത് അപൂർവങ്ങളാണ്. ബട്ട് സെൻസിറ്റിവിറ്റി ഈസ് വെരി മച്ച് ദെയർ. അപ്പം നമ്മളിങ്ങനെ ആഗ്രഹിക്കുന്നവർ 79% വരുന്ന ഹിന്ദു കമ്മ്യൂണിറ്റിയും 14% വരുന്ന മുസ്ലിം കമ്മ്യൂണിറ്റി ഉൾപ്പെടുന്ന, ഞാൻ പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുള്ളത് ഇവിടുത്തെ ചൂഷണം ചെയ്യപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ താഴെ കിടക്കുന്ന കമ്മ്യൂണിറ്റി ഈ മെജോറിറ്റി കമ്മ്യൂണിറ്റി അല്ലേന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അതിന് റീസൺസ് ഞാൻ സഞ്ജയ് ജിയായിട്ട് ഒരിക്കൽ സംസാരിക്കുകയും ചെയ്ത്, അത് നമ്മൾ കണ്ടെത്തണം എന്തുകൊണ്ടാണെന്ന്. ഞാൻ വൈസ് ചാൻസലർ ആയിരിക്കുമ്പോഴാവട്ടും അഗ്രികൾച്ചർ സയൻറ്റിസ്റ്റ് ആയിരിക്കുമ്പോഴായിട്ട് യാത്ര ചെയ്യുമ്പോഴുമൊക്കെ ഞാൻ ഈ നാഷണാലിറ്റിയെ പറ്റി ഒന്നും ഒരുപാട് ശ്രമിക്കാൻ സമയം കാണത്തില്ല. മനുഷ്യൻ്റെ ജീവിതം ഒക്കെയാണ്. എൻ്റെ മനസ്സ് എന്നോട് പറയും, ഇവിടെ മൈനോറിറ്റി മെജോറിറ്റി എന്നുള്ള ഡിസ്ക്രിമിനേഷനൊക്കെ കളഞ്ഞിട്ട് താഴെയറ്റത്ത് കിടക്കുന്നവന്, എക്കണോമിക്കലി താഴെയറ്റത്ത് കിടക്കുന്നവന് മറ്റ് തുടങ്ങണം. ലോവർ മോസ്റ്റ് കിടക്കുന്ന എല്ലാവരെയും അവിടെ മെജോറിറ്റി മൈനോറിറ്റിയൊക്കെ എടുത്ത് ദൂരെ കളയുക. ആരൊക്കെയാണ് 1 ലക്ഷത്തിൽ താഴെ കിടക്കുന്നത് അല്ലെങ്കിൽ ആ രീതിയിലുള്ള കോൺസെപ്റ്റുകളൊക്കെ വരാനുള്ള 75 കൊല്ലമൊക്കെ നമ്മൾ കൊണ്ടുപോയതാണ്. ആ രീതിയിൽ വരണം. പിന്നെ എനിക്ക് നമ്മളോട് സ്വയം തന്നെ ഞാൻ പറയുകയാണ്, നമ്മൾ ഉപയോഗിക്കുന്ന വാക്കുകൾ, ഡിബേറ്റിന് പോയാലും പത്രത്തിൽ എഴുതിയാലും എവിടെ എഴുതിയാലും സംസാരിച്ചാലും ഒക്കെ വാക്കുകൾ കഴിയുന്നത്ര, നമുക്ക് വേണ്ടതൊരു പീസ്ഫുൾ ആയിട്ടുള്ള നേഷനാണ്. നമ്മുടെ ഗവേണൻസ് കണ്ടിന്യൂ ചെയ്യുകയാണ്. കഴിയുന്നത്ര എന്താ പറയുന്നത്, ടെൻഷൻ ഉണ്ടാക്കാത്ത, കമ്മ്യൂണൽ ടെൻഷൻ ഉണ്ടാക്കത്തൊക്കെ ആയിരിക്കണം എന്നെനിക്ക് തോന്നാറുണ്ട്. പലരോടും ഞാൻ പറയാറുണ്ട്, ഡിബേറ്റ് വന്നിരുന്നിട്ട് നമ്മൾ അൺനെസറി ആയിട്ട് ഒരു ഗ്രൂപ്പിനെ നമ്മൾ ബോയിലപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല. അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട വലിയൊരു കാര്യമാണ്. അവിടെയൊക്കെ ഞാൻ ഓർക്കുന്നത് മോഡിജി പറയുന്ന ചില വാക്കുകളാണ്. മോഡി എന്നെ സംബന്ധിച്ചുള്ള ഒരു മോഡലാണ്. അദ്ദേഹം പറയുന്ന വാക്കിൽ അദ്ദേഹം ഉപയോഗിച്ച ഒരു G20 ഉപയോഗിച്ച വസുദേവ കുടുംബകം എന്ന് എല്ലാവരും തോളിലേറ്റി കിടക്കുകയാണ്. വസുദേവ കുടുംബകം ആ G20 കറക്റ്റ് ടൈമിൽ കൊണ്ട് പ്രയോഗിച്ചു. ആ കറക്റ്റ് ടൈമിൽ പ്രയോഗിച്ചിട്ട് പുള്ളി പറഞ്ഞു 1 വേൾഡ് 1 ഫാമിലി 1 ഫ്യൂച്ചർ. ഇത് എന്തുമാത്രം ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ടെന്നറിയോ? ഈവൻ ഫോറിനേഴ്സ് ആർ ടോക്കിംഗ് അബൌട്ട് ദിസ് സ്റ്റേറ്റ്മെൻറ്റ്. അത് റൈറ്റ് ടൈമിൽ G20 വസുദേവ കുടുംബകം 1 വേൾഡ് 1 ഫ്യൂച്ചർ 1 ഫാമിലി എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ലോകത്തിലെ 810 കോടി ജനങ്ങളുടെ നേതാവാക്കി മാറ്റി. അതാണ് നമ്മുടെ പ്രൈം മിനിസ്റ്റർ, അല്ലെങ്കിൽ RSS ട്രെയിൻ പ്രൈം മിനിസ്റ്റർ, അല്ലെങ്കിൽ സനാതനത്തിലൂന്നിയ പ്രൈം മിനിസ്റ്റർ, ഒരു രീതിയിലും ഒരു ബ്ലമിഷും 10 കൊല്ലമായിട്ടും കണ്ടുപിടിക്കാൻ പറ്റാത്ത പ്രൈം മിനിസ്റ്റർ. അത് കഴിഞ്ഞ് ഒന്നുകൂടെ ഞാനിവിടെ എഴുതി വെച്ചത്, അദ്ദേഹം കോപ്പ് സമ്മിറ്റിൽ പറഞ്ഞ 1 സൺ 1 വേൾഡ് 1 ഗ്രിഡ്. അപ്പോൾ അദ്ദേഹം എനിക്ക് തോന്നുന്നു ഇന്ത്യയുടെ തലത്തിൽ നിന്ന് ചാടിയെങ്കിൽ ലോക തലത്തിലേക്ക് പോയി കഴിഞ്ഞു. അദ്ദേഹത്തിന് 143 കോടി ജനങ്ങൾക്കപ്പുറം 810 കോടികൾക്ക് വേണ്ടി സംസാരിക്കുന്ന, തിങ്ക് ചെയ്യുന്ന ഒരു ലീഡറായി മാറി എന്ന് പറഞ്ഞാൽ അവിടെയും ഞാൻ പറയും അദ്ദേഹം ഇന്ത്യൻ ആയതുകൊണ്ടാണ്, ഒരു പക്ഷേ RSSൻ്റെ ട്രെയിനിങ് കിട്ടിയത് കൊണ്ടാവാം, അല്ലെങ്കിൽ സനാതനധർമ്മത്തിൽ ഊന്നിയ ജീവിതം കൊണ്ടാവാം, നിഷ്കളങ്കമായുള്ള ജീവിതം കൊണ്ടാവാം, കറപ്ഷനില്ലാതെ എന്താ പറയണത് പ്രജകൾക്ക് വേണ്ടി മാത്രം ഡെഡിക്കേറ്റ് ചെയ്ത ജീവിതം കൊണ്ടാവാം ഈ വാചകങ്ങളൊക്കെ പറയുന്നത്. ലോക സമസ്ത സുഖിനോ ഭവന്തു എന്ന് പറയുകയും 1 വേൾഡ് 1 ഫുഡ് 1 ഫാർമസി എന്നൊക്കെ പറയുകയൊക്കെ ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ, ഗ്ലോബൽ ഹ്യൂമാനിറ്റിയെ പറയുന്ന സാഹചര്യത്തിൽ, നമുക്ക് ഇവിടെയും നാഷണാലിറ്റിയെ പറയുമ്പോഴത്തേക്കും നമ്മൾ ഇന്ത്യൻ എന്ന് പറഞ്ഞ്, നമ്മൾ ഇന്ത്യൻ എന്നോ അല്ലെങ്കിൽ അപ്രോപ്രിയേറ്റ് വേർഡ് എന്ന് പറഞ്ഞോ
സ്വയം അഭിമാനിക്കുന്നതല്ലേ നല്ലത്? മറിച്ച് ചിന്തിക്കുന്നത്, അത് പ്രിസിപ്പിറ്റേറ്റ് ചെയ്യുന്നത് ഗുണം ചെയ്യില്ല എന്ന് തന്നെയാണ്. ഈ ബുക്ക് വായിക്കാനൊരു കോപ്പി എനിക്കും തരണം, ഞാനും അത് വായിക്കാം. പിന്നെ നന്ദകുമാർജിയുടെ കുറേ ബുക്കുകളുടെ ലിസ്റ്റ് ഇന്നാണ് ഞാൻ കണ്ടത്. ശരിക്കും പറയാം, ഇന്നാണ് ഈ പ്രൊലിഫിക് റൈറ്റർ എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഞാൻ അത്ഭുതപ്പെട്ടു കഴിയും. ഒരു സീരീസ് ഓഫ് 10-30 ബുക്കിലധികം ഇങ്ങനെ മലയാളവും ഇംഗ്ലീഷുമായിട്ട് എഴുതിയിരിക്കണം. എത്ര പേര് കണ്ടിട്ടുണ്ടെന്ന് അറിയത്തില്ല. ഞാനൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു 100 പേജുള്ള ബുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ ആദ്യം പറയും എൻ്റെ അബ്സ്ട്രാക്റ്റിങ് എടുത്തു തരാം. അബ്സ്ട്രാക്റ്റ് 3 പേജ് കിട്ടിയാൽ ഐ ആം ഹാപ്പി. അതിനപ്പുറത്ത് പറയില്ല. ഞാൻ ഈ കടലിൽ കിടന്ന് ഇങ്ങനെ നീന്തുന്ന ആളല്ല. ഫിഷ് ഉണ്ടെങ്കിൽ ഫിഷിനെ അടിച്ചുകൊണ്ട് വരിക, അത് മാത്രമേ ഉള്ളൂ. അങ്ങനെ റീഡ് ചെയ്യുന്ന ആളാണ്. അപ്പം ഈ ബുക്കും നമ്മുടെ എന്താ പറയുക, വൈജ്ഞാനിക ലോകത്തിന് മുതൽക്കൂട്ടായിരിക്കും എന്ന് കരുതുന്നു. നന്ദകുമാർജിക്ക് എല്ലാ ആശംസകളും നേർന്നു. എന്നെ വിളിച്ച രാജേന്ദ്രൻജിയോട് നന്ദി അറിയിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു.